പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമരാനുകൂലികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിന് മുന്നിലായിട്ടാണ് പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരിക്കുന്നത്. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട് നിന്ന്. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. എന്താണ് പാലക്കാട്ടെ വിവരങ്ങൾ പൊതുവേ? ഗുഡ് മോർണിംഗ് എസ് കെ. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പാലക്കാട് ജില്ലയിൽ പൊതുവെ സമാധാനപരമായിരുന്നു. ഇത്രയും നേരം മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പതിവ് പോലെ തന്നെ ജനജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വകാര്യ ബസ്സുകളും KSRTCയും ഓട്ടോറിക്ഷയും സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലുണ്ട്. ഇത് കാര്യമായി ജനജീവിതത്തെ ബാധിച്ചിരുന്നില്ല. ആളുകൾ പതിവായി ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് പതിവ് പോലുള്ള തിരക്കുകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഹർത്താൽ ഒരു വിധത്തിലും ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമരാനുകൂലികൾ കവാടത്തിന് മുന്നിൽ, അതായത് ബസ് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്, ഈ ഭാഗത്താണ് ഇപ്പോൾ സമരാനുകൂലികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ചുറ്റിലും പോലീസ് കാവലുണ്ട്. എന്നാലും ഇപ്പോഴും സമരാനുകൂലികൾ ഇവിടെ നിന്ന് എണീറ്റ് പോകാൻ തയ്യാറായിട്ടില്ല. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ചേട്ടാ, ഇന്നലെ അറിയിച്ചിരുന്നത് ഹർത്താൽ വളരെ സമാധാനപൂർവ്വമായിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോഴും വഴിതടയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമാധാനപരമായിട്ടുള്ള സമരം തന്നെയാണ്. വഴിതടയിൽ അക്രമം അല്ലല്ലോ. വഴിതടയുക എന്ന് പറഞ്ഞാൽ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നടപടിയാണ്. അത് ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ ബസ് ഇറങ്ങുന്ന മേഖലയാണ്. അപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണോ തീരുമാനം? കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. അറസ്റ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ പ്രതിഷേധിക്കും. അല്ലെങ്കിൽ ബസ് ഓടുന്നത് തടയുന്നത് അവസാനിക്കുന്നവരെ സമരം തുടരും. തർക്കമില്ല. ബസ്, അതായത് സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത് നിർത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ കുത്തിയിരിപ്പ് സമരം തുടരുമെന്നാണ് നമ്മളോട് പറയുന്നത് എസ് കെ. അത്തരത്തിൽ, കാരണം പാലക്കാട് ജില്ലയിലെ പല മേഖലകളിലേക്കും പോകുന്ന ഒരു പ്രധാന ബസ് സ്റ്റാൻഡ് കൂടിയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഇത്തരത്തിൽ ഇവർ ബസ് ഇറങ്ങുന്ന പ്രദേശത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏറെ നേരം ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചാൽ ബസ്സിന് സർവീസ് നടത്തുന്നത് വളരെ ദുസ്സഹമായി തീരും. അത്തരത്തിൽ എന്തായാലും പോലീസ് ഇവിടെയുണ്ട്. രണ്ട് വശത്തും ഇതുപോലെ തന്നെ ഈ ദളിത് സംഘടനാ പ്രവർത്തകർ രണ്ട് വശങ്ങളിലും, അതായത് ബസ് കയറുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഇറങ്ങുന്ന ഭാഗത്തും ഇതുപോലെ പ്രതിഷേധിക്കുന്നുണ്ട് എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.